السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم أعنا ولا تعن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، وانصرنا على من بغى علينا. ربنا اجعلنا لك شاكرين، لك ذاكرين، لك مطيعين، لك راهبين، إليك أواهين منيبين. ربنا تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واهد قلوبنا واسلل سخيمة صدورنا. اللهم إنا نعوذ بك من منكرات الأعمال والأخلاق والأهواء. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. أما بعد، സഹോദരങ്ങളെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പല കാര്യങ്ങളും നമ്മെ ഉണർത്തേണ്ടതുണ്ട്. ഒരുപാട് കാലമായി സമ്പാദിച്ച പലരുടെയും സമ്പാദ്യങ്ങൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവർ വിചാരിക്കാത്ത നേരത്ത് ഒന്നാകെ നശിച്ചു പോകുന്നു. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകൾ അതൊരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നു. അവരതുവരെ താമസിച്ച സ്ഥലങ്ങൾ, സൗകര്യത്തിൽ നമ്മളെപ്പോലെ കുടുംബമായി ജീവിച്ച സ്ഥലങ്ങൾ ഒഴിവാക്കി അഭയാർത്ഥി ക്യാമ്പുകളിലും അതുപോലെ അവരെ മാറ്റിപ്പാർപ്പിച്ച സ്ഥലങ്ങളിലുമൊക്കെ ഉള്ളതൊക്കെ എടുത്തു പെറുക്കി ആളുകൾ ഓടേണ്ടി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പ്രയാസത്തിൽ നിന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖദർ അത് തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരു സംവിധാനത്തിനും ഒരു കണ്ടുപിടുത്തത്തിനും റബ്ബിൻ്റെ ഖദറിന് മുകളിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അള്ളാഹുവിനോട് നമ്മൾ ധാരാളമായി തൗബ ചെയ്യണം, അവനിലേക്ക് ഖേദിച്ച് മടങ്ങണം. ഈ പ്രയാസത്തിലകപ്പെട്ട മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ ദുർബലരാണ്, നിസ്സഹായരാണ്. അള്ളാഹു സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ കൈപിടിക്കാൻ ഒരാളുമില്ല. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു അവൻ്റെ പരീക്ഷണം അല്ലെങ്കിൽ അവൻ്റെ ശിക്ഷ ഇത് വന്നാൽ തടുക്കാൻ ഒരാളുമില്ല. അത് നമ്മുടെ നമ്മൾ നീങ്ങിപ്പോവുകയില്ല, നശിച്ചു പോവുകയില്ല എന്ന് വിചാരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, അവരുടെ ഇന്ന ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അവരുടെ വീടവിടെ ആയതുകൊണ്ടാണ്, അവരുടെ താമസം അവിടെ ആയതുകൊണ്ടാണ്, അവിടെ ഇങ്ങനെ വന്നതുകൊണ്ടാണ്, നമ്മുടെ നാട്ടിൽ അതിന് സാധ്യതയില്ല. ഇങ്ങനെയൊക്കെ സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചേക്കും. പക്ഷേ എന്താണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അള്ളാഹു ഏത് നിഅമത്തിനെയാണ് പിടിച്ചെടുക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, അവനോട് രക്ഷ തേടുക, തൗബ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് ഒഴിവാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم احفظنا واحفظ أهلينا والمسلمين يا رب العالمين. സഹോദരങ്ങളെ, സൂറത്തു അൽ ഹശർ ആണ് ഇന്ന് നമ്മൾ തഫ്സീർ ആരംഭിക്കുന്നത്. സൂറത്തു അൽ ഹശർ മദനിയായ സൂറത്തുകളിൽ ഒന്നാണിത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തു അൽ ഹശർ. സൂറത്തു ബനി നദീർ എന്നും ഈ സൂറത്ത് അറിയപ്പെടുന്നു.
ബനൂ നദീർ എന്ന യഹൂദ ഗോത്രം, അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തമ്മിലുണ്ടായ ഒരു സംഭവം ആണ് ഈ ഖുർആനിൽ ഈ സൂറത്തിൽ സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് സൂറത്തു ബനി നദീർ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. മദനിയായ സൂറത്താണിത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. സബ്ബഹ തസ്ബീഹ് ചെയ്തിരിക്കുന്നു. ലില്ലാഹി അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തു. തസ്ബീഹ് എന്നാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധനാക്കുക എന്നാണ്. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ഇല്ലാത്ത വ്യാജങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ കുറവുകളിൽ നിന്നും, എല്ലാ കോട്ടങ്ങളുടെ വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. മറിച്ച് അവൻ എല്ലാ സമ്പൂർണമായ ഖൈറിൻ്റെയും വിശേഷണങ്ങൾക്ക് അർഹനാണ്. അവൻ്റെ പേരുകളിലൊന്നുപോലും മോശമായതില്ല. ആ പേരുകളാകട്ടെ എല്ലാം നല്ലതാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വലില്ലാഹി അല്ലാഹുവിൻ്റെതാണ് അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് അത് മുഖേന നിങ്ങൾ അവനോട് ദുആ ചെയ്യുക. നോക്കൂ, അള്ളാഹുവിൻ്റെ പേരുകൾ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ലതാണ്. അൽ ഹുസ്ന ഏറ്റവും നല്ലതാണ്. അവൻ്റെ ഓരോ പേരും അവൻ്റെ അതിമഹത്തായ വിശേഷണങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി പടപ്പുകളുടെ പേര് പോലെയല്ല. പടപ്പുകളുടെ പേരുകൾ ചിലപ്പോൾ മോശക്കാരനായ ആൾക്ക് നല്ല പേരുണ്ടാവും. ആൾ തെമ്മാടിയായിരിക്കും, പക്ഷെ ചിലപ്പോൾ അയാളുടെ പേര് നല്ല സുൽഹ അറിയിക്കുന്ന, നന്മ അറിയിക്കുന്ന പേരായിരിക്കും. ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ആൾ വളരെ ദഈഫായ ദുർബലനായ ആളായിരിക്കും, പക്ഷെ നല്ല കരുത്ത് സൂചിപ്പിക്കുന്ന പേരായിരിക്കും അയാളുടേത്. ഇങ്ങനെ ആൾ എപ്പോഴും ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിലായിരിക്കും. സന്തോഷം സൂചിപ്പിക്കുന്ന പേരായിരിക്കും അയാൾക്കുണ്ടാവും. ഇങ്ങനെയാണ് പടപ്പുകളുടെ പേരുകൾ. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകൾ, അതിൽ ഒരു പേര് പോലും അർത്ഥമില്ലാത്തതില്ല. ചില പടപ്പുകളുടെ പേരുകൾ കാണും, വെറും ഒരു പേരായിരിക്കും അത്. ഇന്നാളാണെന്ന് തിരിച്ചറിയാനല്ലാതെ വേറൊരർത്ഥവും അതിനില്ല. അവൻ്റെ പേരിന്നതാണ്, അവനതുകൊണ്ട് തിരിച്ചറിയാമെന്നല്ലാതെ അതിനുള്ളിൽ ഒരു വിശേഷണവും അടങ്ങിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ പേരുകൾ അങ്ങനെയല്ല. അവൻ്റെ പേരുകളെല്ലാം അതിമഹത്തായ അവൻ്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന പേരുകളാണ്. അതെല്ലാം ഉള്ളതാണ്. നോക്കൂ, ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ, സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങളെക്കാൾ, സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങളും അവിടുത്തെ സുഖങ്ങളും പറഞ്ഞതിനേക്കാൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പേരുകളാണ്. അള്ളാഹുവിൻ്റെ പേരുകളാണ്, അവൻ്റെ വിശേഷണങ്ങളാണ്. എത്ര ആയത്തുകൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ പേരുകൾ കൊണ്ട് അവസാനിക്കുന്നു. എത്ര പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ പല വിശേഷണങ്ങളും പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അത് നാം ചിന്തിക്കാനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവനെക്കുറിച്ച് നമ്മോട് പറയുന്നു, നാം അവനെ അറിഞ്ഞ്, പേരുകളിലൂടെ അവനറിഞ്ഞ് അവനെ അങ്ങേയറ്റം സ്നേഹിക്കുവാൻ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുവാൻ, അവനെ മാത്രം പ്രതീക്ഷിക്കുവാൻ, അവനെ മാത്രം ഭയപ്പെടുവാൻ. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരുകൾ പറയുന്നത്. അവൻ്റെ നീതിയും അവൻ്റെ ഹിക്മത്തും സൂചിപ്പിക്കുന്നതാണ് അവൻ്റെ പേരുകൾ. എത്രയോ പേരുകൾ. അവൻ്റെ ഓരോ പ്രവൃത്തിക്കു പിന്നിലും അവൻ്റെ ഹിക്മത്തുണ്ട്. അവൻ്റെ ഉന്നതമായ, നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യമല്ലാത്ത യുക്തി അവൻ്റെ ഏത് തീരുമാനത്തിൻ്റെ പിന്നിലുമുണ്ട്. അവനാണ് അവൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും
അവൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കുന്നത്. അവനാണ് അവൻ്റെ നീതി കൊണ്ടും ഹിക്മത്ത് കൊണ്ടും അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ദലാലത്തിലാക്കുന്നത്. ആരെങ്കിലും ദലാലത്തിലായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനോട് യാതൊരു അനീതിയും ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ നീതിയാണത്. കാരണം മനുഷ്യന് യഥാർത്ഥത്തിൽ ഇതിന് അർഹതയില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്തും ഫദ്ലും കൊണ്ട് മാത്രമാണ് ഹിദായത്ത് ലഭിച്ച ആളുകൾ ഹിദായത്തിലായിട്ടുള്ളത്. അള്ളാഹിൻ്റെ ഫദ്ലും അവൻ്റെ റഹ്മത്തും മാത്രമാണ്. ഇങ്ങനെയുള്ള റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നു. എല്ലാം തുസബ്ബിഹു ലഹു സ്സമാവാതു സ്സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ. 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. അവനല്ലാതെ ഇലാഹില്ല. അവനെല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അവനൊരു പങ്കാളിയോ അവനൊരു സഹായിയോ അവന് മക്കളോ അവനിണകളോ ഒന്നുമില്ല. മറിച്ച് അവൻ വാഹിദാണ്, അഹദാണ്. അവനൽ വാഹിദാണ്, ഖഹാറാൻ. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി. അവനാകുന്നവൻ്റെ അടിമകളെ മുകളിൽ നിന്ന് നിയന്ത്രിക്കുന്നവൻ. നോക്കൂ നിങ്ങൾ, എത്ര ദിവസങ്ങളായി ഒരു പക്ഷേ നമ്മളൊന്ന് തെളിഞ്ഞ സൂര്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അല്ലാതെ ആരുണ്ട് നമുക്ക് ആ തിളങ്ങുന്ന വെള്ളി വെളിച്ചം, സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ നമുക്ക് കൊണ്ടുവന്ന് തരാൻ? ആരുണ്ട് അള്ളാഹു അല്ലാതെ? റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും ഇരുളടയട്ടെ ഈ ഭൂമി എന്ന് തീരുമാനിച്ചാൽ ആരുണ്ട് നമുക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരാൻ? ഇവിടെ എല്ലാ കാലത്തും പകലാകട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചാൽ അള്ളാഹു അല്ലാതെ ഏത് ഇലാഹാണുള്ളത്? നമുക്ക് വിശ്രമിക്കാനുള്ള രാത്രി കൊണ്ടുവന്ന് തരാൻ ഒരാളുമില്ല. സുബ്ഹാനല്ലാഹ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതെല്ലാം. വമാ ഫിൽ അർദി, ഭൂമിയിലുള്ളതെല്ലാം. ആകാശങ്ങളിൽ അള്ളാഹുവിൻ്റെ പടപ്പുകളുണ്ട്. ആകാശങ്ങൾ റബ്ബിൻ്റെ പടപ്പാണ്, ഭൂമി റബ്ബിൻ്റെ പടപ്പാണ്. ആകാശങ്ങൾ മുകളിലേക്കായി 7 എണ്ണമുണ്ട്. ഭൂമി താഴേക്കായി 7 എണ്ണമുണ്ട്. അത് മുകളിലേക്ക് ചെല്ലുന്തോറും വിശാലമായി വരുന്നതാണ്. ഏറ്റവും അടിയിലുള്ള ഭൂമി, അതാണ് ഏറ്റവും കുടുങ്ങിയത്. പിന്നെ വലുതായി വരും. ആകാശവും അങ്ങനെ തന്നെ. ഒന്നാമത്തെ ആകാശം, അത് കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ വലുതാണ് രണ്ടാമത്തേത്, അതിനേക്കാൾ വളരെ വലുതാണ് മൂന്നാമത്തേത്. ഇങ്ങനെ മുകളിലേക്ക് 7 ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉള്ളത്. അവൻ ഈ ഭൂമിയിൽ ആര് എന്ത് എവിടെ ചെയ്താലും അള്ളാഹു അറിയുന്നു. ആകാശങ്ങളിലുള്ള കോടാനുകോടി മലക്കുകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ കോടാനുകോടി പടപ്പുകൾ, നമ്മൾ കാണുന്നതും കാണാത്തതും, 2 കാലിൽ നടക്കുന്നതും ഇഴയുന്നതും 4 കാലിൽ നടക്കുന്നതും എല്ലാമായ ജന്തുക്കൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. അതിലുള്ള ചലിക്കുന്നതും ചലിക്കാത്തതുമെല്ലാം റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതെല്ലാം റബ്ബിനെ സ്നേഹിക്കുന്നു. ഇവയെല്ലാം റബ്ബിനെ സ്നേഹിക്കുന്നു. സ്നേഹം കൊണ്ടല്ലാതെ തസ്ബീഹ് ഇല്ല. അവരെല്ലാം റബ്ബിനെ മാത്രമാണ് തസ്ബീഹ് ചെയ്യുന്നത്. വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹുവാണ് അൽ അസീസ് അൽ ഹക്കീം. അള്ളാഹുവിൻ്റെ അതിമഹത്തായ 2 പേരുകളാണ് അൽ അസീസ് അൽ ഹക്കീം എന്നീ 2 പേരുകൾ. അസീസ് എന്നാൽ അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവൻ എന്നാണ് അതിനർത്ഥം. അൽ ഹക്കീം എന്നാൽ അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവൻ, അതുപോലെ ഹുക്കുമും അവൻ്റെതാണ്. ഖുർആനിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ള, ഒരുമിച്ച് വന്നിട്ടുള്ള പേരുകളാണ് ഇത് രണ്ടും. ചില പേരുകൾ ഒരുമിച്ച് വന്നാൽ അതിന് പ്രത്യേകമായി ഒരർത്ഥം ലഭിക്കും. നോക്കൂ, അസീസ് എന്നാൽ അങ്ങേയറ്റത്തെ ഇസ്സത്ത്, പ്രതാപം, അന്തസ് അവനാണ്. എത്രത്തോളം അവൻ്റെ ഇസ്സത്ത് എന്തെന്നാൽ അവൻ്റെ ഇസ്സത്ത് കാരണത്താൽ അവനെ തോൽപ്പിക്കാനോ അവനെ അതിജയിക്കാനോ അവനെ പരാജയപ്പെടുത്താനോ ഒരാൾക്കും സാധ്യമല്ല. അതുപോലെ എങ്ങനെയുള്ള ഇസ്സത്തുള്ളവനാണവൻ? അള്ളാഹു ഒരുവനെ പിടിക്കാൻ തീരുമാനിച്ചാൽ, നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, അവൻ്റെ പിടുത്തത്തിൽ നിന്നോ ശിക്ഷയിൽ നിന്നോ രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധിക്കാത്ത വണ്ണം ഇസ്സത്തുള്ളവനാണവൻ. അതാണ് ഇസ്സ. അങ്ങേയറ്റത്തെ അസീസ് അവനാണ്. അവനാണ് ഭൂമിയിലുള്ളവർക്ക്, അവൻ്റെ പടപ്പുകൾക്ക് ഇസ്സത്ത് നൽകുന്നവൻ. അവനാണ് ഭൂമിയിലുള്ളവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ദില്ലത്ത്,
അപമാനം നൽകുന്നവൻ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുൽ പറയൂ നബിയെ, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എല്ലാ മുൽക്കിൻ്റെയും മാലിക്കായ അള്ളാഹുവെ, എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവെ, തുഅ്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിച്ചവർക്ക് നീ മുൽക്ക് നൽകുന്നു, അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ മുൽക്ക് ഊരിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു, അന്തസ്സ് നൽകുന്നു. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദത നൽകുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് ഖൈറുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ എത്രയോ അധികാരമുള്ള ആളുകൾ പിന്നീട് നോക്കൂ അവരുടെ അധികാരം എവിടെ? വളരെ ദുർബലരായിരുന്ന ആളുകൾ അവരതാ അധികാരികളും രാജാക്കന്മാരുമൊക്കെ ആയിത്തീരുന്നു. വലിയ ഐസ്സത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ അള്ളാഹു അവരെ അപമാനിച്ചു കളയുന്നു. അങ്ങേയറ്റം നിന്ദരായി അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞ ആളുകൾ അവരതാ ഐസ്സത്തുള്ളവരാകുന്നു. അള്ളാഹുവാണ് ഇതെല്ലാം നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നാണ് ആ ഇസ്സത്ത് തേടേണ്ടത്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുഅ്മിനുകൾക്കുമാണ് ഇസ്സത്തുള്ളത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, എന്നാൽ മുനാഫിഖുകൾ മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലും നമുക്കൊരു അന്തസ്സ് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ നിഷേധിക്കുന്ന ആളുകളുടെ വേഷത്തിലും രൂപത്തിലും അവരുണ്ടാക്കി വച്ചിട്ടുള്ള ചില ചിഹ്നങ്ങളിലുമൊക്കെയാണ് നമുക്ക് അന്തസ്സ് തോന്നുന്നതെങ്കിൽ നമ്മുടെ ഈമാൻ തകരാറിലാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ ദീനിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമ്മൾ എത്ര അടുക്കുന്നോ അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുന്നതാണ്. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. അങ്ങനെയുള്ള ഇസ്സത്തുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ അവൻ ഹക്കീമാണ്, അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവനാണ്. എന്താണ് ഹിക്മ? വദഉ ശൈഇ അലാ മൗദിഇഹി, ഓരോ കാര്യവും അതിൻ്റെതായ സ്ഥാനത്ത് വെക്കൽ, അതാണ് ഹിക്മ. നോക്കൂ, അള്ളാഹു തീരുമാനിച്ചതെല്ലാം അവൻ്റെ ഹിക്മത്തിനനുസരിച്ചാണ്. അവൻ പടച്ചതെല്ലാം അവൻ്റെ ഹിക്മത്തിനനുസരിച്ചാണ്. അവൻ ഇബ്ലീസിനെ പടച്ചിട്ടുണ്ട്, അതിൻ്റെ പിന്നിലും അവൻ്റെ ഹിക്മത്തുണ്ട്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ യുക്തി അതിൻ്റെ പിന്നിലുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ നടക്കണമെങ്കിൽ അത് വേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാത്ത ഹിക്മത്ത് അള്ളാഹുവിൻ്റെ ഏത് പ്രവൃത്തിയുടെ പിന്നിലുമുണ്ട്. പിഴച്ച കക്ഷികൾ, ജബരിയ തുടങ്ങി അള്ളാഹുവിൻ്റെ ഖദറിനെ മോശമായി മനസ്സിലാക്കിയ ആളുകൾ, അവരാണ് ഹിക്മത്തിനെ നിഷേധിക്കുന്നവർ. അള്ളാഹിൻ്റെ ഹിക്മത്ത് അംഗീകരിക്കുന്നില്ല. ഏത് പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, എന്ത് നടന്നതായിക്കൊള്ളട്ടെ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹു ഒരു കാര്യം അത് മുഖേന ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിൻ്റെ അന്ത്യം അത് ഖൈറായിരിക്കും. അതിൻ്റെ അന്ത്യം ഖൈറായിരിക്കും അള്ളാഹു തീരുമാനിച്ച ഏത് കാര്യവും. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇവിടെ കുടിയന്മാരുണ്ടാവുക, ഇവിടെ മദ്യപാനികൾ ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹിൻ്റെ തീരുമാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടെ കൂടിക്കൊടുക്കാൻ പാടുണ്ടോ? തെറ്റുകൾ എതിർക്കാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ അള്ളാഹിൻ്റെ ഖദർ മാത്രമല്ല ഉള്ളത്, അള്ളാഹുവിൻ്റെ ശറഉമുണ്ട്. അള്ളാഹുവിൻ്റെ ശറഉണ്ട് ഇവിടെ. അള്ളാഹു ഖദറിനനുസരിച്ചിട്ട് നിന്നെ വിട്ടിട്ടില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഅ് നൽകിയിരിക്കുന്ന നിനക്ക്, നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു, വിരോധിച്ചിരിക്കുന്നു. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് അള്ളാഹിൻ്റെ കൽപ്പന. അതാണ് നീ അനുസരിക്കേണ്ടത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ അള്ളാഹുവിൻ്റെ ഖദറാണ് ആ തൂഫാൻ, വെള്ളപ്പൊക്കം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ചെയ്തത്? ആ ഖദറിന് നിന്നു കൊടുക്കണോ? അല്ല, അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ആ കപ്പലിൽ കയറി. ഇതുപോലാണ് ഏത് കാലത്തും. ഇബ്നുൽ ഖയ്യിം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഖദറാകുന്ന വെള്ളപ്പൊക്കത്തിൽ നീ ശറഅാകുന്ന കപ്പലിൽ കയറുക. അള്ളാഹുവിൻ്റെ ഖദറിനുള്ള ഉദാഹരണമാണ് ആ തൂഫാൻ, അള്ളാഹുവിൻ്റെ ശറഇനുള്ള ഉദാഹരണമാണ് ആ കപ്പൽ. അള്ളാഹിൻ്റെ വിധി അതാണ്. ഞാൻ ഇങ്ങനെ അള്ളാഹ് വെച്ചിട്ടുണ്ടാവും. മുശ്രിക്കുകൾ പറഞ്ഞ ന്യായമാണത്. ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ
അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോ ശിർക്ക് ചെയ്യുമായിരുന്നില്ല എന്നവർ ന്യായം പറഞ്ഞു. ഇത് ഏറ്റവും മോശമായ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ന്യായമാണ്. അള്ളാഹു സുബ്ഹാനഹു തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഇതാ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് നീ ചെയ്യരുത് എന്ന് റബ്ബ് നിനക്ക് ഹുദ നൽകിയിരിക്കുന്നു. റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിലേക്ക് അയച്ചിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ ചൊല്ലുന്നതിൽ, നീ അത് വിശ്വസിക്കുന്നതിൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഖദർ, അതിലുള്ള വിശ്വാസം അടങ്ങിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാരണം അവൻ്റെ ഖദർ അനുസരിച്ചാണെല്ലാം. അങ്ങനെയുള്ള റബ്ബ് മാത്രമാണ് നിന്റെ ഇലാഹ്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിൽ അള്ളാഹുവിൻ്റെ ശർഅ അടങ്ങിയിരിക്കുന്നു. അള്ളാഹു ആ റസൂലിലൂടെ ദീൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എല്ലാത്തിൻ്റെ പിന്നിലുമുണ്ട്. അതാണ് ചുരുക്കം. അള്ളാഹിൻ്റെ ഹിക്മത്തില്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. നമ്മോട് വിരോധിച്ച അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ തിന്മകളുണ്ടല്ലോ, അത് ഭൂമിയിൽ നടക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ ഖദറനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ അള്ളാഹിൻ്റെ ഹിക്മത്തുണ്ട്. കാരണം തിന്മ ഇവിടെ ഉണ്ടായാലാണ് നന്മക്ക് വില ഉണ്ടാവുക. ഷർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഖൈറിന് വിലയുള്ളത്. അതുകൊണ്ട് ഷറിലേക്ക് പോകാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ഖൈറിൻ്റെ ആളാകാനാണ് പറഞ്ഞത്. ഖൈറിൻ്റെ ആളാകാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ പിന്നെ എന്ത് വിലയാണുള്ളത് ഖൈറിന്? മാത്രമല്ല അള്ളാഹിൻ്റെ ഖുദറത്തിനുള്ള തെളിവാണത്. അള്ളാഹു അവനെ അനുസരിക്കാൻ മാത്രം അറിയുന്ന മലക്കുകളെ പടച്ചു. അള്ളാഹു അവനെ ധിക്കരിക്കാൻ മാത്രം അറിയുന്ന ശൈത്താന്മാരായ ജിന്നുകളെ പടച്ചു. ഇബ്ലീസിനെ പടച്ചു. രണ്ടും അറിയുന്ന മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു. അള്ളാഹിൻ്റെ ഖുദറത്തിനുള്ള തെളിവാണിത്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഏതേത് കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്. അവൻ്റെ ഹിക്മത്ത് എല്ലാത്തിനും പിന്നിലുണ്ട്. നോക്കൂ, അസീസും ഹക്കീമും എന്ന പേര് ഒരുമിച്ച് വന്നാൽ അവൻ്റെ പടപ്പുകൾ പലരും, റബ്ബിൻ്റെ പടപ്പുകൾ പലരും നോക്കൂ, ചില ആളുകൾക്ക് നല്ല ഇസ്സത്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇസ്സത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നല്ല കഴിവുണ്ടാവും ഭൂമിയിൽ, ആരും എതിർക്കാനില്ലാത്ത, തീരുമാനിച്ചത് പലതും അല്ലെങ്കിൽ തീരുമാനിച്ചതെല്ലാം എന്ന് പറയാൻ പറ്റുന്ന വണ്ണം നടപ്പിലാക്കാനുള്ള കഴിവും അധികാരമൊക്കെ ഉണ്ടാവും. പക്ഷെ ഹിക്മത്ത് ഉണ്ടാവില്ല പലർക്കും. ആളല്ല കരുത്തനായിരിക്കും, ബുദ്ധിയില്ല. ചെയ്യുന്നത് പലരും തോന്നിവാസമായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത്, വെക്കാൻ പാടില്ലാത്തതായിരിക്കും ആ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. വെക്കേണ്ടത് ചെയ്യേണ്ടതുപോലെ അവൻ ചെയ്തിട്ടുണ്ടാവുകയില്ല. ചില ആളുകൾക്ക് ഹിക്മത്ത് ഉണ്ടാവും, അവന് അധികാരവും കഴിവും ഒന്നുമില്ല, നല്ല ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഉണ്ട്. അവന് ഇസ്സത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ പലതും ഖൈറായി നടപ്പിലാക്കിയേനെ. പക്ഷെ അതില്ല. ആൾക്ക് ചില ആളുകൾ പറയുന്നത് പോലെ എനിക്കതിന് കിട്ടിയിരുന്നു, ഞാൻ ഇതൊക്കെ ശരിയാക്കുമായിരുന്നു. പക്ഷെ അവന് കിട്ടണ്ടേ? കിട്ടുന്നില്ല. എന്നാൽ അള്ളാഹു അങ്ങനെ ഉള്ളവനല്ല. അവൻ അസീസും ഹക്കീമുമാണ്. അവൻ അങ്ങേയറ്റത്തെ ഇസ്സത്തും അങ്ങേയറ്റത്തെ ഹിക്മത്തും ഉള്ളവനാണ്. അതുപോലെ ഹക്കീം എന്ന പേരിൽ അവൻ്റെ ഹുക്കുമും അടങ്ങിയിട്ടുണ്ട്. ഹുക്കും എന്ന അവൻ്റെ സിഫത്തും അടങ്ങിയിട്ടുണ്ട്. ഹുക്കും എന്നാൽ അവൻ്റെ തീരുമാനം, അവൻ്റെ വിധി, അതേ നടക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വിധിയല്ലാതെ, അവൻ്റെ തീരുമാനമല്ലാതെ നടക്കുകയില്ല. അള്ളാഹുവിലേക്ക് ധാരാളമായി നാം ഖേദിച്ച് മടങ്ങുകയും ഏതേത് കാര്യത്തിനും അവനോട് തേടുകയും ചെയ്യുക. അവൻ്റെ മുന്നിൽ ഭാരങ്ങൾ ഇറക്കി വെക്കുക. അവനെ അനുസരിക്കുകയും അവൻ വിരോധിച്ചത് വെടിയുകയും ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് അവനോട് തേടാൻ കഴിയുക? അള്ളാഹുവിനെ അനുസരിക്കാതെ സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടായപ്പോൾ തോന്നിവാസിയായി നടന്ന് പ്രയാസമുണ്ടാകുമ്പോൾ മാത്രം റബ്ബിലേക്ക് ഖേദിച്ച് ചെല്ലാൻ നിനക്ക് ലജ്ജയില്ലേ? നീ ചെല്ലരുതെന്നല്ല, പക്ഷെ ആദ്യം നീ തൗബ ചെയ്യൂ. അള്ളാഹുവിനോട് പൊറുക്കലിനത്തോട് ആത്മാർത്ഥമായി, എന്നിട്ട് അള്ളാഹുവിനോട് നീ നിന്റെ ആവശ്യങ്ങൾ തേടുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ദുആ ചെയ്യുമ്പോൾ ആദ്യം ഹംദും സലാത്തും ഒക്കെ കൊണ്ട് തുടങ്ങിയതിന് ശേഷം ആദ്യം പാപമോചനം തേടുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇസ്തിഗ്ഫാർ, തൗബ, ഇത് ആദ്യം തേടുക എന്നത് അത് മര്യാദയാണ്. ഒരാളോട്, മുൻഗാമിയായ ഒരാളോട് ചോദിക്കപ്പെട്ടതുപോലെ, എന്താണ് പാപിയായ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ആദ്യം ദിക്ർ കുറെ ചൊല്ലുകയാണോ വേണ്ടത്, അതല്ല ഇസ്തിഗ്ഫാർ നടത്തുകയാണോ വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു അഴുക്ക് പുരണ്ട വസ്ത്രം, അതിലാദ്യം സുഗന്ധം പുരട്ടുകയാണോ വേണ്ടത്, അല്ല സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണോ വേണ്ടത്? അതിന് സാബൂനാണോ വേണ്ടത് ആദ്യം, അതല്ല അത്രാണോ വേണ്ടത്?
ആർക്കറിയാം, അത് കഴുകി വൃത്തിയാക്കാണ് വേണ്ടത്. എന്നതുപോലെയാണ് പാപികൾ. അവരാദ്യം അവരുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. അങ്ങനെ നീ ഒരുപാട് തേടിയാൽ പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ മാത്രമേ പിന്നെ നിനക്ക് ദ്വാഇൻ്റെ ആവശ്യം വേണ്ടി വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ദ്വാ കുറക്കണമെന്നല്ല, മറിച്ച് അള്ളാഹു വേഗം ഉത്തരം നൽകുമെന്ന്. അത്ര തേടിയാൽ തന്നെ അള്ളാഹു ഉത്തരം നൽകുമെന്ന്. ദ്വാ ഒരിക്കലും കുറക്കരുത്, മറിച്ച് നന്നായി ദുആ ചെയ്യുക. മല്ലം യസ്അലില്ലാഹി യഗ്ളബ അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് അള്ളാഹു കോപിക്കും. അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളബു. ഒരു കവി പാടുകയുണ്ടായി, അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, നീ അള്ളാഹുവിനോട് ചോദിക്കുന്നത് നിർത്തിയാൽ അള്ളാഹു കോപിക്കും. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളബു, എന്നാൽ ആദമിൻ്റെ പുത്രനോ ചോദിച്ചാൽ ദേഷ്യം പിടിക്കും. മനുഷ്യന്മാർ അവരോട് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരും. ഒരു വട്ടം ചോദിച്ചാൽ തന്നേക്കും, രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നേക്കും, മൂന്നാമത്തെ നാലാമത്തേതാകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നേക്കും. അവരോട് ചോദിക്കൽ നല്ലതല്ല, മറിച്ച് നീ റബ്ബിനോട് ചോദിക്കുക. എന്നാൽ ഇങ്ങനെയാണ് തൗബ ധാരാളമായി ചെയ്യുക. മുൻഗാമിയായ ഈ പണ്ഡിതന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തൻ്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമിനോട് പറഞ്ഞു, നമ്മളൊക്കെ ഈ സാബൂനിനാണ് ആവശ്യക്കാർ. നമ്മളൊക്കെ ഈ അഴുക്ക് വൃത്തിയാക്കുന്ന സാബൂൻ അതിനാവശ്യക്കാരാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ടാണ് പറഞ്ഞത്, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ വിനയം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമ്മളൊക്കെ അത്തറിൻ്റെ ആവശ്യക്കാരല്ല, പിന്നെയോ സാബൂനിൻ്റെ ആവശ്യക്കാരാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായത്. ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങേയറ്റം ഇസ്സത്തും ഹിക്മത്തും ഉള്ളവനാണ്. അങ്ങനെയുള്ള റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നു. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതാ ഈ മഹത്തായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണം നമ്മോട് പറയുകയാണ്. ശ്രദ്ധിക്കുക. ഹുവല്ലദീ അഖ്റജൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ മാ ളനൻതും അൻ യഖ്റുജൂ وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار هو الذي അവനാകുന്നു ആകാശഭൂമികളും അതിലുള്ളതും ഏത് റബ്ബിനെയാണോ തസ്ബീഹ് ചെയ്യുന്നത് ആ അസീസും ഹക്കീമുമായ റബ്ബ് അവനാണ് അഖ്റജ പുറത്താക്കിയത് അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫറുകളെ, റബ്ബിൻ്റെ ദീനെ നിഷേധിച്ചവരെ, അഥവാ യഹൂദികളെയാണ് ഇവിടെ ഉദ്ദേശം. ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ട മദീനയിലുണ്ടായിരുന്ന യഹൂദികളെയാണ് ഉദ്ദേശം. അവരെ പുറത്താക്കിയവൻ മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന് ലി ഔവലിൽ ഹശ്ർ ഒന്നാമത്തെ ഹശ്റിന് വേണ്ടി, ഒന്നാമത്തെ ഒരുമിച്ച് കൂട്ടൽ, ഒന്നാമത്തെ തെളിച്ചു കൊണ്ടുപോകൽ, അതിനുവേണ്ടി അവരെ പുറത്താക്കിയവൻ അവനാകുന്നു, അള്ളാഹു ആകുന്നു. മാ വനൻതും നിങ്ങൾ വിചാരിച്ചിരുന്നില്ല അൻ യഖ്റുജു അവർ പുറപ്പെട്ടു പോകുമെന്ന്, അവരവരുടെ കോട്ടകളും വീടുകളും ഉപേക്ഷിച്ച് പോകുമെന്ന്. വലന്നു അവർ വിചാരിച്ചു, നിങ്ങളും വിചാരിച്ചവർ പോകില്ല, അവരും വിചാരിച്ചെന്താണ്? വലന്നു അവർ കരുതി അന്നഹും മാനിഅതുഹും അവർക്ക് സുരക്ഷ ഒരുക്കുമെന്ന്, അവരെ ശത്രുക്കളിൽ നിന്ന് തടയുന്നതാണെന്ന്. ഹുസൂനുഹും അവരുടെ കോട്ടകൾ, അവരുടെ കോട്ടകൾ അവരെ സംരക്ഷിക്കാൻ പോന്നതാണെന്ന്. മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് അവരെ കാക്കാൻ അവരുടെ കോട്ടകൾക്ക് സാധിക്കുമെന്ന് അവരും കരുതി. ഫഅതാഹുമുല്ലാഹു മിൻ ഹൈതു ലം യഹ്തസിബു ഫഅതാഹുമുല്ലാഹ് അപ്പോൾ അള്ളാഹു അവരിലേക്ക് വന്നു. മിൻ ഹൈതു ലം യഹ്തസിബു അവർ വിചാരിക്കാത്ത നിലക്ക്, അവർ വിചാരിക്കാത്ത നിലക്ക് അള്ളാഹു അവൻ്റെ അമ്രുമായി, അവൻ്റെ കൽപ്പന അവരിലേക്ക് ചെന്നു. വഖദഫ അള്ളാഹു ഇട്ടുകൊടുത്തു. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലേക്ക് അർറുഅബ് ഭീതി ഇട്ടുകൊടുത്തു, പേടി ഇട്ടുകൊടുത്തു. എത്ര വലിയ കോട്ടക്കകത്ത് കഴിഞ്ഞാലും കൽബിൽ റുഅബുണ്ടായാൽ അവർ തകർന്നുപോയി, അവർ നശിച്ചു പോകും, അവർ പരാജയപ്പെടും.
യുഖ്രിബൂന ബുയൂതഹും, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? യുഖ്രിബൂന, ഖറാബാക്കുന്നു. യുഖ്രിബൂന എന്നാൽ പൊളിച്ചു കളയുന്നു, തകർക്കുന്നു. ബുയൂതഹും, അവരുടെ വീടുകൾ, ബി ഐദീഹിം, അവരുടെ സ്വന്തം കൈകൾ കൊണ്ട്, വ ഐദിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ കൈകൾ കൊണ്ടും. ഫഅ്തബിറൂ, ഗുണപാഠം ഉൾക്കൊള്ളൂ. യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവരെ, ഉൾക്കാഴ്ചയുള്ളവരെ, ബസറുള്ളവരെ, ബസീറത്തുള്ളവരെ, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളൂ. എന്താണ് ഈ സംഭവം? ഞാൻ ഈ സംഭവം ചുരുക്കി വിവരിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കുകയാണ്. ഹാദിഹി സൂറത്തു, ഷെയ്ഖ് പറയുന്നു, ഈ സൂറത്ത് തുസമ്മ, പേര് നൽകപ്പെട്ടിരിക്കുന്നു, ഈ സൂറത്തിന് പേര് പറയപ്പെടുന്നു സൂറത്തു ബനു നദീർ. ബനു നദീർ സൂറ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഹാബി ഇബ്നു അബ്ബാസ് ആ പേര് ഈ സൂറത്തിന് വിളിച്ചതായി മുഫസ്സിറുകൾ ഉദ്ധരിച്ചിരിക്കുന്നു. വഹും തായിഫത്തുൻ കബീറത്തുൻ മിനൽ യഹൂദി ഫി ജാനിബിൽ മദീന, മദീനയിൽ ഒരു ഭാഗത്ത് കഴിഞ്ഞിരുന്ന യഹൂദികളിലെ വലിയൊരു ഗോത്രമായിരുന്നു ആര്? ബനു നദീർ. ബനു നദീർ യഹൂദികൾ, മദീനയിലെ യഹൂദികൾ 3 ഗോത്രങ്ങളാണ്: ബനു ഖൈനുഖ, ബനു നദീർ, ബനു ഖുറൈദ. 3 ഗോത്രങ്ങൾ. ഇതിൽ 3 ഗോത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം മദീനയിൽ കരാറിൽ കഴിഞ്ഞിരുന്ന, നല്ലൾക്ക് കഴിഞ്ഞിരുന്ന ആളുകളാണ്. പക്ഷെ അവർ പിന്നീട് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. അങ്ങനെ ഓരോരുത്തരെയായി മദീനയിൽ നിന്ന് പുറത്താക്കേണ്ടായി. ആദ്യം ബനു ഖൈനുഖായിനെ, രണ്ടാമത് ബനു നദീറിനെ, അവസാനം ബനു ഖുറൈളയെയും മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവരുടെ ചതിയും അവരുടെ ദ്രോഹങ്ങളും അവരുടെ മോശമായ പ്രവർത്തികളും കാരണത്താൽ പുറത്താക്കുകയുണ്ടായി. വലിയൊരു ഗോത്രമായിരുന്നു ഇവർ. ഇത് എന്നിട്ട് എന്താണ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്ന സമയത്തും ആ സമയത്തൊക്കെ ഇവർ അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ബദറിന് ശേഷം ബദർ യുദ്ധമുണ്ടായി. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ ആ സമയത്ത് ഈ ഗോത്രക്കാർ അവർ ചില വെല്ലുവിളികൾ മുസ്ലിമീങ്ങളോട് നടത്തിയിരുന്നു. അവർ പറഞ്ഞു, അത് യുദ്ധമറിയാത്ത അറബികളാണ്, യുദ്ധമറിയാത്ത അറബികളാണവർ, അവരും നമ്മളൊരുപോലെയല്ല എന്നൊക്കെ അവർ വീമ്പ് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും റസൂലുള്ളാഹി മുസ്ലിമീങ്ങളോട് അങ്ങനെ ചില സംസാരങ്ങൾ അവർ നടത്തിയിരുന്നു. അവർ മുസ്ലിമീങ്ങളെ, അവരുടെ സ്ത്രീകളെയും അതുപോലെ സാധുക്കളെയും ഒക്കെ എല്ലാ അവസരത്തിലും അവസരം കിട്ടുമ്പോഴൊക്കെ അവർ ദ്രോഹിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ ബിർ മഊന എന്ന സംഭവം കഴിഞ്ഞ്, സഹാബത്തിൽ ചിലർ കൊല്ലപ്പെട്ട, ശരിക്കുകൾ ചതിച്ചുകൊണ്ടുപോയി കൊന്ന ഒരു സംഭവം കഴിഞ്ഞ് വരുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ അറിയാതെ അബദ്ധത്തിൽ മുസ്ലിമീങ്ങളുമായി കരാറിലുണ്ടായിരുന്ന വിഭാഗത്തിലെ 2 പേരെ കൊലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ അവർക്ക് ദിയ കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം അവർ കരാറിൽ കഴിയുന്ന ആളുകളാണ്. അബദ്ധത്തിൽ ഈ സഹാബി ചെയ്തു പോയതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം സംസാരിക്കാൻ ബനു നദീർ ഗോത്രക്കാരുടെ അരികിലേക്ക് ചെല്ലുകയുണ്ടായി. ബനു നദീർ ഗോത്രക്കാരുടെ അരികിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയുണ്ടായി. അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായതായി ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ റിവായത്ത് ചെയ്തിരിക്കുന്നു. അതായത് മക്കയിലെ മുശ്രിക്കുകൾ ഈ യഹൂദ ഗോത്രത്തിന് കത്തെഴുതുകയുണ്ടായി. ഈ യഹൂദികൾക്ക് കത്തെഴുതുകയുണ്ടായി. അതായത്, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം, മുഹമ്മദിനെതിരിൽ ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ നിങ്ങളെ അടക്കം ഞങ്ങൾ കീഴ്പ്പെടുത്തും, നിങ്ങളെ അടക്കം ഞങ്ങൾ ശത്രുക്കളായി ഗണിക്കും. ഇങ്ങനെയുള്ള ഭീഷണി സ്വരത്തിൽ ഇവർക്ക് കത്തയച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ഈ നഷ്ടപരിഹാരത്തിൻ്റെ വിഷയത്തിൽ ഇവരോട് സംസാരിക്കാൻ, കാരണം അവരുമായി കൂടി ബന്ധമുണ്ടായിരുന്ന ഗോത്രമായിരുന്നു നേരത്തെ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ് 2 പേരുണ്ടായ ഗോത്രം. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്
സംസാരിക്കാനായി ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ എന്താണ് ഉണ്ടായത്? ഷെയ്ഖ് സഅദി ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഫഖാലു, അവർ പറഞ്ഞു, നഫഅലു യാ അബൽ ഖാസിം, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ ചെയ്യാം, നമുക്ക് ആവശ്യമൊക്കെ ശരിയാക്കാം. യാ അബൽ ഖാസിം ഇജ്ലിസ് ഹാഹുന, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അങ്ങോട്ട് മാറി പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരിൽ ചിലർ മറ്റു ചിലരോട് പറഞ്ഞു, ഇതാ ഇപ്പോൾ കിട്ടിയ അവസരമാണ്, മുഹമ്മദ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ഇതുപോലെ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മുഹമ്മദ് ഇരിക്കുന്ന ആ ചുമരിന് മുകളിലേക്ക് ചെന്ന് ആർക്ക് ഇപ്പോൾ കഴിയും ഒരു വലിയ കല്ലെടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്കിട്ട് നബിയെ കൊല്ലാൻ. അപ്പോൾ നോക്കണം, ഈ രൂപത്തിലുള്ള ചതി ഇത് ഇവരുടെ സ്വഭാവമാണ്, ഇവരുടെ മുമ്പേ ഉള്ള സ്വഭാവമാണ്. ഒരാളോട് വിളിച്ച് നമുക്ക് സംസാരിക്കാം, ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരുത്തുക, എന്നിട്ട് ചതിയിലൂടെ കൊല്ലാൻ നോക്കുക. ഇതുപോലെ തന്നെയാണ് ഖൈബറിലും സംഭവിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണം കഴിക്കാനാണ് വിളിച്ചത്. ഭക്ഷണം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു. കാഫിറത്തായ യഹൂദിയത്തായ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെല്ലുകയുണ്ടായി. അത് അനുവദനീയമാണ്. നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അത് അവിടെ ചെല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് യഹൂദികൾ അവരുടെ അർത്ഥത്, അഹ്ലുൽ കിതാബ് അവർ അർത്ഥത് പോലും മുസ്ലിമീങ്ങൾക്ക് അനുവദനീയമാണ്. വതആമുൽ ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും വതആമുക്കും ഹില്ലുൽ ലഹും, അവരുടെ ഭക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭക്ഷണം അവർക്കും ഹലാലാണെന്ന് അല്ലാഹു സൂറത്തുൽ മാഇദയിൽ പറയുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ആട്ടിൻ്റെ മാംസത്തിൻ്റെ കഷ്ണത്തിൽ കൊടിയ വിഷം പുരട്ടി കൊടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിച്ച ബിശ്ർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, വിഷം കഴിച്ചു കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു, പക്ഷെ അള്ളാഹു അത് പിടിച്ചു വെച്ചു, അവിടത്തേക്ക് വഹി നൽകി. അള്ളാഹു അതിൻ്റെ അസർ, അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് പിടിച്ചു വെച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഖൈബറിലെ വിഷം എന്നെ പിടിച്ചു മുറുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയോ നബിമാരെ കൊന്ന ചരിത്രമുള്ള ആളുകളാണവർ. അഫ്ദലുർ റസൂൽ, നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊല്ലാനാണ് അവർ നോക്കിയത്. ഇങ്ങനത്തെ ഗൂഢമായ വളരെ ഹീനമായ ചതി യഹൂദികളുടെ എല്ലാ കാലത്തുമുള്ള ശീലമാണ്. ഖബ്ബഹഹും അല്ലാഹ്. അതുപോലെയാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വഖാലത് ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബി ആമിനു ബില്ലദീ ഉൻസില അലൽ ലദീന ആമനു വജ്ഹൻ നഹാരി വഖ്ഫുറു ആഖിറഹു ലഅല്ലഹും യർജിഊൻ. അഹ്ലുൽ കിതാബിൽ ഒരു വിഭാഗം പറഞ്ഞു, യഹൂദികളാണ്, നിങ്ങൾ പകലിൽ ചെന്ന് ഈ മുസ്ലിമീങ്ങൾ വിശ്വസിച്ച ആ ദീനിൽ വിശ്വസിക്കൂ, പകൽ പോയി വിശ്വസിക്കുക, വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ തിരിച്ചു വരിക, വഖ്ഫുറു, നിങ്ങൾ കാഫിറുകളാവുക. എന്തിനു വേണ്ടിയാണ്? വിവരമില്ലാത്ത അറബികളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അവിടെ മദീനയിൽ യഹൂദികളല്ലാത്ത ആളുകളുണ്ടല്ലോ, അറബികൾ, അവർ പറയും, കണ്ടോ പണ്ട് കിതാബൊക്കെ നൽകപ്പെട്ട നമ്മളെക്കാളും വിവരമുള്ള ആളുകളാണ്, അവർ നോക്ക്, അവർ മുസ്ലിങ്ങളാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇതിലൊന്നുമില്ല, ഈ ദീൻ തെറ്റാണ്, ബാത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കി തിരിച്ചു വന്നു എന്ന് അറബികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രാവിലെ പോയി നിങ്ങൾ മുസ്ലിങ്ങളാവുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരിക. നോക്കട്ടെ, ഇത് എത്ര ഗൂഢമായ, എത്ര മോശമായ അവരുടെ കുതന്ത്രമാണ്. അള്ളാഹു അവൻ്റെ ഖുർആനിൽ എടുത്തു പറഞ്ഞ കാര്യമാണിത്. ഇങ്ങനെയുള്ള കുടിലതന്ത്രങ്ങളുടെ ആളുകളാണ്. പക്ഷേ ഏത് മക്രും, ഏത് കെയ്തും, ഏത് കുതന്ത്രവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചാലല്ലാതെ എന്ത് ഫലം ചെയ്യാനാണ്? ഭൂമിയിലുള്ള മുഴുവൻ പേരും, മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ ചെയ്യാൻ കഴിയുമോ? അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നടക്കുമോ? അതുകൊണ്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കുതന്ത്രത്തെക്കുറിച്ച്, അവരുടെ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ബേജാറാണ്ട ആളുകളല്ലേ. അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിനോട് രക്ഷ തേടുക. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഇവരെ പോലെ ദീർഘകാലത്തെ 100-150 കൊല്ലത്തെ പ്ലാൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ നേരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ അള്ളാഹുൽ അവലംബിച്ച ആളുകളാണ്. അള്ളാഹു നമുക്ക് റുഷ്ദ് തന്ന, നമുക്ക് കാണിച്ചു തന്ന ചില നമുക്ക് പറ്റുന്ന
ചില പദ്ധതികളൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുന്നല്ലാതെ, അല്ലാതെ കുതന്ത്രങ്ങളും അതുപോലത്തെ കാര്യങ്ങളും ഒന്നും മുസ്ലിമീങ്ങളുടെ രീതിയല്ല. അതൊക്കെ സ്വന്തം ഹൗലിലും കൂവത്തിലും വല്ലാതെ അവലംബിക്കുന്ന ആളുകളുടെ രീതിയാണ്. അവനവൻ്റെ ശക്തിയും അവനവൻ്റെ പ്ലാനിങ്ങും ഒക്കെ അങ്ങനെ വരച്ച വരയിൽ നടക്കും എന്ന് വിചാരിച്ച ആളുകൾക്ക് വല്ലാത്ത ഇതുപോലത്തെ പദ്ധതികളായിരിക്കും. അള്ളാഹുൽ തവക്കുലാക്കിയാൽ ഇതൊന്നും വലിയ കാര്യമല്ല. ഏതേത് നമ്മുടെ തീരുമാനങ്ങളാകട്ടെ, നമ്മുടെ കാര്യങ്ങളാകട്ടെ, അള്ളാഹു തീരുമാനിച്ചാലേ നടക്കുള്ളൂ. ഇവരൊക്കെ എത്ര മെനക്കെട്ട് കുത്തിയിരുന്ന് ആലോചിച്ച് കുതന്ത്രം മെനഞ്ഞാലും അള്ളാഹുവിന് കുൻ എന്ന് പറയുകയല്ലേ ഉണ്ടുള്ളൂ. ഇവരൊക്കെ എത്ര ആലോചിച്ചിട്ടും തീരുമാനിച്ചിട്ടും ഉണ്ടാക്കിയിട്ടെന്താ? ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിൻ്റെ കാര്യമെന്നാൽ അവൻ കുൻ എന്ന് പറഞ്ഞാൽ അതാ സംഭവിക്കുകയായി. അതുകൊണ്ട് ആ റബ്ബിൽ നമ്മൾ അവലംബിക്കുക, അവനോട് ദുആ ചെയ്യുക. അങ്ങനെ ഈ ഖൗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചു. റസൂലുള്ളാഹി അംർ ഇബ്നു ജിഹാഷ് എന്നു പേരുള്ള ഒരുത്തനായിരുന്നു അതിന് ഇറങ്ങിപ്പുറപ്പെട്ടത്. അവരിലെ അഷ്ക, ഏറ്റവും ഭാഗ്യം കെട്ടവൻ. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി ഒരുത്തൻ ഇറങ്ങിപ്പുറപ്പെട്ടല്ലോ. അവൻ അള്ളാഹു പറഞ്ഞത് ഇതിംബഅസ അഷ്കാഹ, അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ. അതായത് ഏത് തോന്നിവാസവും ആളുകൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് മുന്നിട്ടിറങ്ങുന്ന ഒരുത്തനുണ്ടാവും, അവനാണ് അതിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് കഅബയുടെ മുന്നിൽ ആദ്യകാലത്ത് നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കൊടൽമാല റസൂലുള്ളാഹിൻ്റെ ചുമലിൽ കൊണ്ടുപോയി ഇടാൻ ഇവർ തീരുമാനിച്ചല്ലോ. ഖുറൈശികൾ അബൂജഹലും കൂട്ടർ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം, ആരാണിപ്പോൾ അത് കൊണ്ടുവന്ന് മുഹമ്മദിൻ്റെ ചുമലിലിടുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് അതിനെക്കുറിച്ച് പറഞ്ഞു, ഫംബഅത അഷ്ഖാഹ, അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഇറങ്ങി പുറപ്പെട്ടു. ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത് എന്നു പേരുള്ളവനാണ് പുറപ്പെട്ടത്. എന്നിട്ട് ഇതിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ കൊണ്ടുവന്നിട്ട് അവിടത്തേക്ക് സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെയായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയായിരുന്നു. അവർ ആ സമയത്ത് ചെറിയ പെൺകുട്ടിയായിരുന്നു. ചെറിയ കുട്ടി പറഞ്ഞാൽ നന്നേ ചെറുതല്ല. അവർ വന്നത് അങ്ങോട്ടേക്ക് നീക്കി മാറ്റി അവർ ഇത് കൊണ്ടുപോയിട്ട് ആളുകളെ അവരെ എതിർത്ത് സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹുമ്മ അലൈക ബിഹിം, അല്ലാഹുമ്മ അലൈക ബിഖുറൈശിൻ, അല്ലാഹുമ്മ അലൈക ബിഅബി ജഹൽ ഇബ്നു ഹിഷാം. ഇങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അതിൻ്റെ അദാബ് ദുനിയാവിൽ തന്നെ അവർക്ക് കിട്ടുകയുമുണ്ടായി. ഇങ്ങനെ ഈ അംർ ഇബ്നു ജിഹാഷ് എന്ന് പറയുന്നവൻ പുറപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് മുകളിൽ ആ വലിയ പാറക്കല്ലിട്ട് കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്തു. അവിടുന്ന് എഴുന്നേൽക്കുകയുണ്ടായി. കാരണം അള്ളാഹിൻ്റെ തീരുമാനമാണ് ഈ ദീൻ പൂർണ്ണമായി എത്തിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന്. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക് വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. ഓ നബിയെ, താങ്കൾ ഈ റിസാല ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. താങ്കൾ ഇത് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റിസാലത്ത് താങ്കൾ എത്തിച്ചു കൊടുത്തില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ സംരക്ഷിക്കും. വല്ലാഹു യഅസിമുക മിനൻ നാസ്, അള്ളാഹു ജനങ്ങളിൽ നിന്ന് താങ്കളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഈ റിസാലത്ത് പൂർണ്ണമായി എത്തിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംരക്ഷിക്കും. അതങ്ങനെയാണ് സംഭവിച്ചുള്ളത്. ഒരാൾക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊലപ്പെടുത്താൻ സാധിക്കുന്നുണ്ടായിട്ടില്ല. ആരൊക്കെ വന്നു, ഏതൊക്കെ കഴിവിൻ്റെ ഒക്കെയുള്ള കെങ്കേമന്മാർ ഒരുങ്ങി പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അള്ളാഹു തീരുമാനിച്ച സമയത്ത് അള്ളാഹു ഒരു ആയുസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തല്ലേ മരിക്കുള്ളൂ, ആ സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. ഭീരുവായ ആൾ അവൻ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ എത്ര തവണ മരിക്കേണ്ടി വരും എന്നാണ് പേടിച്ചിട്ട്. എന്താണ്, ഭീരു കണ്ണടച്ചുറങ്ങുകയില്ല എന്ന് അറബിയിലൊരു ചൊല്ലുണ്ട്. എന്താണ്, ഭീരുവായവൻ കണ്ണടച്ചുറങ്ങുകയില്ല, മര്യാദക്ക് ഉറങ്ങാൻ പോലും കഴിയുകയില്ല, അതൊരു ഹയാത്ത് തന്നെ ആവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിച്ച മഹാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർഭയത്വം നിലനിർത്തി തരുമാറാകട്ടെ. അമ്ന് വലിയ നിഅമത്താണ്. അമ്നെന്ന അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നമ്മൾ നിസാരമാക്കുകയല്ല. നിർഭയത്വം എന്ന അള്ളാഹുവിൻ്റെ
നിഅമത്തിനെ നമ്മൾ നിസാരമാക്കുകയില്ല, ഒരിക്കലും അത് പാടില്ല. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അം സീറു ഫീഹ ലയാലിയ വഅയ്യാമൻ ആമിനീൻ. പഴയ സബ എന്ന് പറയുന്ന നാട്ടിലെ ആളുകൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തിനെ കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്താ? സീറു ഫീഹ ലയാലിയ വഅയ്യാമൻ ആമിനീൻ. നിർഭയരായി നിങ്ങൾ രാത്രിയിലും പകലിലും സഞ്ചരിച്ചോളൂ. അപ്പം നിർഭയത്വം അള്ളാഹുവിൻ്റെ നിഅമത്തായി അള്ളാഹു പറഞ്ഞു. നിർഭയത്വം എന്നത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. ലതദ്ഖുലുന്ന അൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിർഭയരായി കടക്കുമെന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ നിർഭയത്വം അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അള്ളാഹു ആമിനെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. ആമീൻ. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകി. അവിടുന്ന് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേഗം പുറപ്പെട്ടു. അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് വേഗം നീങ്ങി മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥലത്തേക്ക് തന്നെ വേഗം ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത്, ചില സഹാബത്ത് കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് നബി പോയതറിയില്ല. റസൂലുള്ളാഹി പെട്ടെന്ന് നീങ്ങി പോവുകയുണ്ടായി. അവർ പോലും ശ്രദ്ധിച്ചില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്വേഷിച്ച് മദീനയിൽ ചെന്നു, റസൂലുള്ളാഹിനെ കണ്ടു. അങ്ങനെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചതി കൂടി നടന്നപ്പോൾ അവർക്കെതിരിൽ സൈന്യവുമായി നീങ്ങാൻ തീരുമാനിച്ചു. ബനൂ നദീർ ഗോത്രത്തിനെതിരിൽ. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ബദർ കഴിഞ്ഞ് 6 മാസമായപ്പോഴാണ് ഈ സംഭവം എന്ന് ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സൈന്യവുമായി അവിടേക്ക് ചെല്ലുകയുണ്ടായി. ആ സമയത്ത് യഹൂദികൾ അവരുടെ കോട്ടകളിൽ, വലിയ കോട്ടകൾ അവർക്കുണ്ടായിരുന്നു, ഭദ്രം എന്ന് തോന്നുന്ന വലിയ കോട്ടകൾ, അതിനുള്ളിൽ ആണ് അവരുടെ വീടുകൾ, താമസ സ്ഥലങ്ങൾ. അവിടെ കഴിയുകയുണ്ടായി. അവരവിടെ തന്നെ നിന്നു. അപ്പം മദീനയിലെ മുനാഫിക്കുകൾ, അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂൽ തുടങ്ങിയ, അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂലും അവൻ്റെ കൂടെയുള്ള മുനാഫിക്കുകളും ഈ യഹൂദികൾക്ക് എഴുതി. എന്താ എഴുതിയത്? ഒരു കാരണവശാലും നിങ്ങൾ മുഹമ്മദുമായി യാതൊരു ഒത്തുതീർപ്പിനും നിൽക്കരുത്. മറിച്ച് എന്ത് ചെയ്യുക? ഞങ്ങൾ 2000 പേരുണ്ട്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ യഹൂദികളായ മറ്റ് ഗോത്രങ്ങളുമുണ്ട്, അവരും നിങ്ങളെ സഹായിക്കുമെന്ന് എഴുതി. അപ്പോൾ ഈ എഴുത്ത് കിട്ടിയപ്പോൾ അവർക്ക് അതാത് സംഭവത്തെക്കുറിച്ച് ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അവരുടെ എഴുത്തിനെ കുറിച്ച്. നിങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ, നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ കൂടെ. ഇതൊക്കെ വെറും പൊയ് വാഗ്ദാനങ്ങളാണ്, ഭീരുക്കളാണ് ഇവർ, ഇവരൊരിക്കലും സഹായിക്കുകയില്ല. പക്ഷെ അവരിങ്ങനത്തെ വ്യാജമായ വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്തിനും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം കിട്ടാതിരിക്കാൻ, ഒരു ശത്രു കൂടി നിലനിൽക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ, അവർ തോറ്റ് ഓടുക എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തിനും വിജയമാകും, അത് നടക്കരുത് എന്ന നിലക്ക് കത്തെഴുതി. അവരതും വായിച്ചിട്ട് അവിടെ ഇരുന്നു. അവർക്ക് അങ്ങനെ തോന്നി, നമുക്ക് ഇവിടെ ഈ കോട്ടയിൽ നിൽക്കാം എന്ന് തോന്നി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടയിൽ മറ്റൊരു യഹൂദ ഗോത്രമായ ബനൂ ഖുറൈദയുമായി അവരുമായി സന്ധിയിലേർപ്പെടുകയുണ്ടായി. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിൽ ഏർപ്പെടുകയുണ്ടായി. ഒന്നുകിൽ പഴയ കരാറുണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുതുക്കി, അല്ലെങ്കിൽ പുതിയ കരാർ തന്നെ അവരുമായി ഉണ്ടാക്കുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇവരുടെ കോട്ട ഉപരോധിച്ചു, അത് വളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു അവരുടെ കൽബുകളിൽ ഭീതി ഇട്ടുകൊടുത്തു, പേടി ഇട്ടുകൊടുത്തു. പിന്നെ എത്ര വലിയ കോട്ടക്കകത്തിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കൽബിൽ പേടി വന്നാൽ പിന്നെ കോട്ടകൾ അവരെ സംരക്ഷിക്കുമെന്ന് അവർക്ക് തന്നെ തോന്നുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അള്ളാഹുവിൻ്റെ അനുമതിയോടെ അവരുടെ ചില ഈത്തപ്പന തടികൾ ഉണ്ടായിരുന്നു, അത് മുറിച്ചു കളഞ്ഞു. ചിലതിന് തീയിട്ടു. അള്ളാഹുവിൻ്റെ അനുമതിയോടെയായിരുന്നു അത്. ഇത് അവരിൽ വല്ലാത്ത ഭീതി ജനിപ്പിച്ചു.
ഇതും കൂടിയായപ്പോൾ അവരാകെ പേടിച്ചു പോവുകയുണ്ടായി. അങ്ങനെ ഒടുവിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യുദ്ധമില്ല, നമ്മളാരെയും നമ്മളോട് യുദ്ധം ചെയ്യരുത്, രക്തം ചിന്തൽ വേണ്ട, മറിച്ച് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. അവരെ അവിടുന്ന് പോകാൻ അനുവദിച്ചു. നിങ്ങൾ പോവുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടകപ്പുറത്ത്, ചില റിവായത്തുകൾ കാണാം 3 പേർക്ക് ഒരൊട്ടകം എടുക്കാം, 3 പേർക്ക് ഒരൊട്ടകം. ആ ഒട്ടകപ്പുറത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത് കൊണ്ടുപോകാം, അതുമായി പോകാം. അങ്ങനെ അവരിൽ പലരും ഷാമിലെ അദ്രിആത്ത് എന്നു പേരുള്ള സ്ഥലത്തേക്ക് പോയി, പലരും ഖൈബറിലേക്ക് പോയി. പിന്നീട് ഖൈബറിലും അവരുടെ ഷർറ് കൂടിയപ്പോൾ അവിടെയും പിന്നീട് ഖൈബർ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അത് വേറെ ചരിത്രം. ഇത് തുടക്കത്തിലാണ്. പലരും ഖൈബറിലേക്ക് പോയി, പലരും ഷാമിലേക്ക് പോവുകയുണ്ടായി. പോകുന്ന സമയത്ത് ഇവർ ഒരു ഒട്ടകപ്പുറത്ത് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോൾ വില പിടിപ്പുള്ളതൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ അവരിൽ പലരും അവരുടെ വീടുകൾ, ചിലർക്ക് അവരുടെ വീട്ടിൻ്റെ കതകാണ് ഏറ്റവും നന്നായി തോന്നിയത്, അപ്പോൾ കുത്തിപ്പൊളിച്ചിട്ട് അതെടുത്തിട്ട് പോവുകയാണ്. യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം വഐദിൽ മുഅ്മിനീൻ ഫഅതബിറു യാ ഉലിൽ അബ്സാർ. അല്ലാഹു പറയുന്ന അവരവരുടെ വീടുകൾ യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് അവരുടെ വീടുകൾ തകർക്കുന്നു. വഐദിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ കയ്യാലെയും. ഫഅതബിറു യാ ഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളൂ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ പിന്നെ ഏത് കോട്ടകത്ത് കഴിഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെ, ഒരു നിലക്കുള്ള നഷ്ടവും ഏൽക്കാതെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ സ്ഥലങ്ങൾ, അവരുടെ സ്വത്തുക്കൾ, ഗനീമ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു പ്രത്യേകമായി ബനൂ നദീറിൻ്റെ മുഴുവൻ ഗനീമത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുകയുണ്ടായി. അള്ളാഹു പറഞ്ഞു, അത് അള്ളാഹു അനുവദിച്ചു, അത് റസൂലുള്ളാഹിക്ക് അവിടുത്തെ കുടുംബത്തിനും അതുപോലെ മുസ്ലിമീങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നോക്കി അതിനുവേണ്ടിയും ചെലവഴിക്കാൻ അള്ളാഹു അനുമതി കൊടുത്തു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ദുനിയാവിൻ്റെ സൗകര്യങ്ങളിൽ മതിമറക്കുകയോ കണ്ണഞ്ചി പോവുകയോ ചെയ്ത വ്യക്തിയായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു മശ്റുബത്തിൽ, അവിടത്തേക്കുണ്ടായിരുന്ന ഒരു മുറിയിൽ ഉമർ കരയുകയുണ്ടായിട്ടുണ്ട്. എന്താണ് അവിടെ ഉണ്ടായിരുന്ന? ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നതാകട്ടെ ഒരു ഈത്തപ്പന ഇതുകൊണ്ട് മേഞ്ഞ പായയിലാണ്. അവിടുത്തെ ശരീരത്തിൽ അതിൻ്റെ അടയാളമുണ്ട്. ഉമർ കരയുകയുണ്ടായി ഇത് കണ്ടപ്പോൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ദുനിയാവിൽ കണ്ണഞ്ചി പോയിട്ടില്ല. അവിടുന്ന് കുറച്ചുകൊണ്ട് മതിയാക്കുക എന്നതായിരുന്നു അവിടുത്തെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവിടുത്തേക്ക് അവസാന കാലത്ത് ദുനിയാവ് വിശാലമാക്കി കൊടുക്കുകയുണ്ടായി സഹാബത്തിനും മുസ്ലിമീങ്ങൾക്കും. അതിൽപ്പെട്ടതാണിത്. അവിടുത്തെ കുടുംബത്തിന് വേണ്ടി 1 വർഷത്തേക്കുള്ളത് വരെ റസൂലുള്ളാഹി ഇതിനു ശേഷം മാറ്റിവെച്ചിരുന്നു. പക്ഷെ 1 വർഷം അത് നിൽക്കാറുണ്ടായിരുന്നില്ല. വലിയ വിശാലമായ സദഖ കൊണ്ട് അത് വേഗം തീർന്നു പോകുമായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം. وفقني الله وإياكم لما يحبه ويرضاه. ربنا تقبل منا إنك أنت السميع العليم. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.